നമസ്കാരം, ജാക്സൺ ചുങ്കത്തിയർ. ആദ്യമേ തന്നെ ഇതൊന്ന് ഷെയർ ചെയ്തിട്ട് വേണം ഇതൊന്ന് കാണാനായിട്ട്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ആത്യന്തികമായിട്ടുള്ള കാര്യം, നമ്മുടെ മക്കള് നാട് വിട്ടു പോകുന്നു. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ബംഗാൾ ഭരിച്ചിട്ട് ബംഗാളികൾ ഇവിടെ വന്ന് പൊറോട്ടടിക്കുന്നു. നമ്മുടെ മക്കളും ഇവിടെ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ഇതേപോലെ നമ്മളിവിടെ ലോ ക്ലാസ്സായി കാണുന്ന പണികൾ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഇത് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു പുതുമയായിട്ട് നടക്കുന്നൊന്നുമല്ല. ഇവിടെ നിന്ന് മക്കൾ പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. നമ്മളതിനെ കാണുന്നത് കുറേ കൂടി ഇൻകം കിട്ടുന്നത് കൊണ്ടാണ്. ആ ഇൻകം കിട്ടുന്നതുകൊണ്ട് തന്നെയാണ് ബംഗാളികൾ ഇവിടെ വരുന്നത്. മനസ്സിലാക്കാനുള്ള വിവേകം നമ്മൾ കാണിക്കുക. ഇന്നത്തെ പ്രധാന വിഷയം, ഇത് സംഭവിക്കുന്നതിന് കാരണം ഇവിടെ ഈ അമ്പലം കട്ട ആളുകളും പെണ്ണ് പിടിച്ച ആളുകളുടെയും വർഗീയത പറയുന്ന ആളുകളുടെയും ഒക്കെ നമ്മൾ പറയുന്ന ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവരുടെയൊക്കെ ബേസിക് ആയിട്ട് നിൽക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ഈ പാർട്ടിയിലുള്ള ആരെങ്കിലുമൊക്കെ ഇത്തരം തെറ്റുകൾ കാണിക്കുമ്പോൾ, അഴിമതിയൊക്കെ കാണിക്കുമ്പോൾ ഇതിനെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുകയോ, ഇത് രണ്ടും ന്യായീകരണം തന്നെയാണ്. അങ്ങനെ ഇരിക്കുന്ന ആളുകൾക്കാണ് നിങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ വോട്ട് ചെയ്ത ആളത് ചെയ്യുന്നില്ലെങ്കിലും അവരുടെ ന്യായീകരണം കൊണ്ടോ അവരുടെ മൗനം കൊണ്ടോ അവരെ ന്യായീകരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അത്തരം ആളുകളെ നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്നതിൻ്റെ ഭാഗമാണ്. ഒരു നിയമസഭാ ഇലക്ഷന് 31 ലക്ഷം രൂപ വരെയാണ് ഒരാൾക്ക് ചിലവാക്കാൻ കഴിയുക. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 5 വർഷം കൊണ്ട് ഒരു MLA-ക്ക് 1 ലക്ഷം രൂപ ശമ്പളം ഉണ്ടെങ്കിൽ 60 ലക്ഷം രൂപയാണ് കിട്ടുക. 31 ലക്ഷം നിയമപ്രകാരം ചിലവാക്കാൻ കഴിയും. 1 കോടി രൂപയെങ്കിലും ചിലവാക്കിയിട്ടാണ് ഇവിടെയുള്ള എല്ലാ സ്ഥാനാർത്ഥികളും, പ്രധാനപ്പെട്ട മുന്നണികളുടെ എല്ലാ സ്ഥാനാർത്ഥികളും ഇവിടെ ഇലക്ഷൻ നിൽക്കുന്നത്. അതായത് 5 കൊല്ലം കൊണ്ട് 60 ലക്ഷം രൂപ കിട്ടുന്ന പണിക്കാണ് 1 കോടി രൂപ അവർ പരസ്യത്തിന് ചിലവാക്കുന്നത്. അതിൽ ഒരാളെ ജയിക്കും. അപ്പം എങ്ങനെയാണ് ഈ കാശ് ഇവർ തിരിച്ചു പിടിക്കുക? ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട റിയാലിറ്റിയാണ്. അതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്യാൻ പറഞ്ഞത്. അവർക്ക് ഒരു വർഷത്തേക്ക് 5 കോടി രൂപ MLA-ക്ക് MLA ഫണ്ടായിട്ട് ചെലവഴിക്കാൻ കിട്ടുന്നതിൻ്റെ 10 മുതൽ 20% വരെ അടിച്ചു മാറ്റിയാണ് അത് നടക്കുന്നത്. അവരടിച്ചു മാറ്റുമ്പോൾ അതിൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥർ, അതിൻ്റെ കരാറുകാരെല്ലാവരും അടിച്ചു മാറ്റുമ്പോൾ 30% നമ്മുടെ നാട്ടിൽ അതിൻ്റെ ഉപയോഗത്തിലേക്ക് വരിക. അങ്ങനെ 5 കോടി രൂപ 5 വർഷം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 25 കോടിയുടെ 10 മുതൽ 20% എന്ന് പറഞ്ഞാൽ 2.5 to 5 കോടിയാണ് ഇവർ അടിച്ചു മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. ഇവരങ്ങനെ 5 കോടി അടിച്ചു മാറ്റുമ്പോൾ ഈ 25 കോടിയിൽ നിന്ന് ബാക്കിയുള്ള ആൾക്കാരെയും കൂടി അടിച്ചു മാറ്റി കഴിയുമ്പോൾ 5 കോടിയോ 6 കോടിയോ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾ പറയും, നിങ്ങളുടെ MLA ചിലപ്പോൾ കെട്ടി പിടിച്ചെടുക്കുന്ന ആളാണ്, കണ്ട ചിലപ്പോൾ ഉമ്മ വയ്ക്കുന്ന ആളാണ്, നമ്മുടെ വീട്ടിൽ എല്ലാ പരിപാടിക്കും വരും. പക്ഷേ നമ്മുടെ നികുതി പണത്തിൽ നിന്ന് നമുക്ക് ചിലവാകേണ്ട, അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ഉപയോഗിക്കേണ്ട തുകയുടെ ഭൂരിപക്ഷം തുകയും ഇയാളും ഇയാളുടെ ആൾക്കാരും കൂടി അടിച്ചു മാറ്റിയതിൻ്റെ ഭാഗമായിട്ട് 30-40% നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതായത് 25 കോടിയുടെ 30-40% മാത്രമേ നമ്മുടെ അവിടെ വികസനത്തിൽ വന്നുള്ളൂ. ഈ തിരിച്ചറിവ് വരിക എന്നുള്ളത് അത്യാവശ്യമാണ്. കണ്ട് MLA കെട്ടിപ്പിടിച്ചതുകൊണ്ടോ MLA വീട്ടിൽ വന്നതുകൊണ്ടോ നമ്മുടെ നാട് നന്നാവും എന്ന് പ്രതീക്ഷിക്കരുത്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവുള്ളൊരു ജനത ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമാണ്. രാഷ്ട്രീയക്കാർ പല പാർട്ടി മാറും, മുന്നണി മാറും, ഇതൊക്കെ ഉണ്ടാവും. ഈ തിരിച്ചറിവ് നമുക്കാണ് വേണ്ടത്.